ഇക്കാര്യത്തിൽ കെജ്രിവാളിനെ കുരുക്കാനാണ് എന്നുള്ളത് കെജ്രിവാൾ പറയുന്ന അല്ലെങ്കിൽ കെജ്രിവാൾ സ്വയം എടുത്തണിയുന്ന ഒരു മേലങ്കയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബി.ജെ.പിയെ പഴിച്ചാൽ, നരേന്ദ്രമോദിയെ പഴിച്ചാൽ അവനവൻ ചെയ്ത ക്രൈമിൽ നിന്ന്, അവനവൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒഫൻസിൽ നിന്ന് പെട്ടെന്ന് ആ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആ അറ്റൻഷൻ ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ ഇപ്പോൾ കെജ്രിവാളും സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ബി.ജെ.പിയുടെ ആസ്ഥാനത്തേക്ക് പോയി അവിടെയല്ലല്ലോ ബി.ജെ.പിയുടെ നേതാക്കൾ, ജെ.പി. നദ്ദ അല്ലല്ലോ അവിടുത്തെ ഡൽഹി പോലീസിന്റെ ചീഫ്, അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം നിയന്ത്രിക്കുന്നത് ജെ.പി. നദ്ദയല്ലല്ലോ, അല്ലെങ്കിൽ നേരെ ആഭ്യന്തര മന്ത്രാലയത്തിലേക്കൊക്കെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൽഹി പോലീസിന്റെ ആസ്ഥാനത്തേക്കൊക്കെ നടത്തുകയാണെങ്കിൽ അതിലൊരു ന്യായമുണ്ടായിരുന്നു. ഇതിപ്പോൾ ബി.ജെ.പി ആസ്ഥാനത്തേക്ക് നടത്തുന്നു, എന്നിട്ട് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റണ്ടാണത്. കെജ്രിവാളിന്റെ ഒരു പ്രൊട്ടസ്റ്റ് സ്റ്റണ്ടാണ് നാളെ നടക്കാൻ പോകുന്നത്. കെജ്രിവാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥതയുണ്ട് എന്ന് കരുതുന്നവർക്ക് കിട്ടുന്ന ഒരു തിരിച്ചടിയാണ് കെജ്രിവാളിന്റെ ഇപ്പോഴത്തെ ഈ ചുവടുമാറ്റം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആം ആദ്മി പാർട്ടിയുടെ, നിങ്ങളൊക്കെ വിശദമായി തന്നെ സംസാരിച്ചതുപോലെ, ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗമാണ് സ്വാതി മലിവാൾ. സ്വാതി മലിവാൾ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപേ അറിയാവുന്ന, ഈ പറയുന്ന വൈഭവ് കുമാറിനും അതിനു മുൻപ് തന്നെ അറിയാവുന്ന വ്യക്തിയാണ്. ഇവരെല്ലാവരും തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിംഗ് ഉണ്ട്. എന്ത് തെറ്റ് ചെയ്താലും, എന്ത് അഴിമതി ചെയ്താലും അതേക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾ കൂടിയാണ് സ്വാതി മലിവാൾ എന്നതുകൂടി കൂട്ടിച്ചേർക്കട്ടെ. കാരണം ഇപ്പോൾ മദ്യനയ അഴിമതി കേസിലാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതും ഇപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നിരിക്കുന്നതും. അപ്പോൾ ആ അരവിന്ദ് കെജ്രിവാളിന്റെ എല്ലാ അണിയറ രഹസ്യങ്ങളും, അന്തഃപുര രഹസ്യങ്ങൾ മുഴുവൻ അറിയാവുന്ന സ്വാതി മലിവാളിനെ പേടിക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഈ ജയിൽ നിറയ്ക്കൽ സമരം, ബാക്കി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ വേണമെങ്കിൽ ഈ പ്രതിഷേധം നടത്താമായിരുന്നു, അതിൽ കാര്യമുണ്ടെന്ന് നമുക്ക് സമ്മതിക്കാമായിരുന്നു. ബി.ജെ.പി ആസ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാളിനെ എടുത്തകത്തിട്ടത് ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ജയിൽ നിറയ്ക്കൽ സമരമൊക്കെ നടത്തുകയായിരുന്നെങ്കിൽ അത് കാണാനൊരു അഴകായിരുന്നു, അതിന് ഒരു അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പി.എ അറസ്റ്റ് ചെയ്തതിനാണ്, ഈ വൈഭവ് കുമാർ അപ്പോൾ അത്ര വലിയ ബിഗ് ഷോട്ട് ആണോ എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. പ്രൊട്ടക്ട് ചെയ്യുന്നു. വൈഭവ് കുമാറിന് അറിയാം അരവിന്ദ് കെജ്രിവാൾ എവിടെ നിന്നൊക്കെ പണം വാങ്ങിയിട്ടുണ്ട്, എങ്ങനെയൊക്കെ പണം ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്, ഈ പറയുന്ന വിജയ് നായർ അടക്കമുള്ള ആളുകൾ എങ്ങനെയൊക്കെയാണ് കയറി നിറങ്ങി ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും അറിയാവുന്ന രണ്ട് പേരാണ്. ഒന്ന് വൈഭവ് കുമാർ, രണ്ടാമത്തേത് സ്വാതി മാലിവാൾ. ഈ രണ്ടുപേരും തമ്മിൽ തെറ്റി എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ആ തെറ്റിയത് എന്തിന്റെ പേരിലാണ്, എന്ത് ഡീലിന്റെ പേരിലാണ് എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. പിന്നെ രാഘവ് ചദ്ദയുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് രാഘവ് ചദ്ദ ഏതൊക്കെ കാര്യങ്ങളിലാണ് അസോസിയേറ്റ് ചെയ്തിരുന്നത്, രാഷ്ട്രീയ പ്രാമുഖ്യം കൊണ്ടാണോ അതോ അദ്ദേഹത്തിന്റെ അനിതര സാധാരണമായ പ്രസംഗ ഇതുകൊണ്ടാണോ അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരുന്നത് എന്നതും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോരുത്തരും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഒരു ഓപ്പറേറ്ററാണ്. കൃത്യമായി ആവശ്യമുള്ള പൊസിഷനുകളിലൊക്കെ ആവശ്യമുള്ള ആളുകളെയൊക്കെ കൃത്യമായി ഫിൽ ചെയ്ത് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് അരവിന്ദ് കെജ്രിവാൾ. അത് വളരെ വൃത്തിയായി തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, അദ്ദേഹത്തിന് വിദ്യാഭ്യാസ കാലത്ത് കിട്ടിയ അറിവുകൾ അതെല്ലാം അദ്ദേഹം കൃത്യമായി അതിന് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഇവിടെ ഇപ്പോൾ ഔദ്യോഗിക വസതിയിൽ നടന്ന അതിക്രമം, അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന അതിക്രമത്തെക്കുറിച്ച് അരവിന്ദ് കെജ്രിവാളിന് ഈ നിമിഷം വരെയും ഒന്നും വിശദീകരിച്ച് പറയാനില്ല. സ്വാതി മാലിവാളിന്റെ നേരെയുണ്ടായ അതിക്രമത്തെക്കുറിച്ച്. കാരണം സ്ത്രീ സുരക്ഷയെ പറ്റി, നിർഭയ വിഷയത്തിലൊക്കെ എടുത്ത ഗംഭീരമായ സ്റ്റാൻഡുള്ള വ്യക്തിയാണ്, മിണ്ടാതിരിക്കുന്നത്. സ്വന്തം പാർട്ടിയുടെ രാജ്യസഭാ MP ഇങ്ങനെ ഒരു പരാതി പറയുമ്പോൾ അതേക്കുറിച്ചൊന്ന് കമന്റ് ചെയ്യാൻ പോലും അരവിന്ദ് കെജ്രിവാളിന് പറ്റുന്നില്ല. അതിനു പകരം ബി.ജെ.പിക്കെതിരെ പ്രതിഷേധത്തിന് പോവുകയാണ്, ഞങ്ങൾ എല്ലാവരും പിടിച്ച് ജയിലിലിട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മെയ് 13 കെജ്രിവാളിനെ സന്ദർശിക്കാനായി സ്വാതി എത്തിയപ്പോൾ ഇത്രയും അടുപ്പമുള്ള ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെയും അപ്പോയിന്റ്മെന്റ് എടുത്താണോ സ്വാതി അരവിന്ദ് കെജ്രിവാളിനെ കണ്ടുകൊണ്ടിരുന്നത് എന്ന ചോദ്യവും അവിടെ ബാക്കിയാണ്. കാരണം അത്രയും അടുപ്പമുള്ള വ്യക്തികളാണ് ഇവർ രണ്ടുപേരും എന്നുള്ളത് വ്യക്തമാണ്. വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരിക്കുമ്പോൾ സ്വാതി മാലിവാളിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് മികച്ചതാണ്. പല സമരവേദികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നിരാഹാര സത്യഗ്രഹം അടക്കം നടത്തിയിട്ടുള്ള ഡൽഹിയിൽ അവരുടെ ടെന്യൂർ 2015 മുതൽ 24 വരെയുള്ള ടെന്യൂർ അവരത് വളരെ കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതിൽ എനിക്കൊരു സംശയവുമില്ല. 1.7 ലക്ഷം കേസുകളാണ് അവരുടെ ടെന്യൂറിൽ അവിടെ തീർപ്പാക്കിയിട്ടുള്ളത്. ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, അങ്ങനെ എല്ലാ വിഷയങ്ങളും ടേക്കപ്പ് ചെയ്തിട്ടുള്ള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്ന ഒരാൾക്ക് അവർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു അതിക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെ ടാർണിഷ് ചെയ്യാൻ, അവരുടെ ഇമേജിനെ ടാർണിഷ് ചെയ്യാനായിട്ടാണ് മറുഭാഗത്ത് നിന്ന് അതേ പാർട്ടിയിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന മഹിളാരത്നം അതിഷി മർലേന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദിയെക്കുറിച്ച് ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് നരേന്ദ്രമോദി വ്ളാദിമിർ പുടിനെ പോലെ ആണ് സ്വേച്ഛാധിപതിയായി ചെയ്യുന്നു കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. സ്വന്തം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്നു. ഇവിടെ അരവിന്ദ് കെജ്രിവാൾ എന്താണ് ചെയ്യുന്നത്? ശരിക്കും ഇവിടുത്തെ ഒരു ഏകാധിപതി അല്ലെങ്കിൽ ഏകഛത്രാധിപതിയായിട്ടൊക്കെ ആ പാർട്ടിയിൽ നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. അയാൾക്ക് താഴെ കുറെ അടിമകളെ, ഒരു അടിമ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് മുകളിൽ കയറിയിരിക്കും
ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജാവ് എന്നുള്ള മട്ടിലാണ് അരവിന്ദ് കെജ്രിവാൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിഷി മെർലേനെയൊക്കെ വഴങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായി ആ ഒരു അടിമത്തം ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത അനുയായി എന്നതിൽ അഭിരമിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ സ്വാതിയുമായി തെറ്റിയിട്ടുണ്ട്, അത് കൃത്യമാണ്. അല്ലെങ്കിൽ ഈ പരാതി വരില്ലായിരുന്നു, അല്ലെങ്കിൽ സ്വാതി ആദ്യഘട്ടത്തിൽ പരാതി നൽകാതിരുന്നത് പ്രശ്നമാക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. ഈ PA അറസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും രോഷമുണ്ടെങ്കിൽ അതിലെന്തോ കിടക്കുന്നുണ്ട്, എന്തോ ഭയക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്നത് വ്യക്തമാണ്. ഇപ്പോൾ ജയിൽ കാ ഖേൽ, അതാണ് ആം ആദ്മി പാർട്ടിയുമായി നടത്തുന്നത് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വെറും ഗിമ്മിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി സ്വാതി പറഞ്ഞിരിക്കുന്ന പരാതിയിലെ FIR-ലെ വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് 7 മുതൽ 8 തവണ സ്വാതിയെ അടിച്ചു എന്നാണ്. സ്വാതി പറയുന്നതാണ്, നമ്മൾ പറയുന്നതല്ല. ബ്രൂട്ടലി ഡ്രാഗ്ഡ്, രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന വാചകം അതാണ്, വലിച്ചിഴച്ചു. മൂന്നാമത്തേത് കിക്ഡ് ഇൻ ഹെർ ചെസ്റ്റ്, സ്റ്റൊമക്ക് ആൻഡ് പെൽവിസ് ഏരിയ. ഇത്രയും കാര്യങ്ങളാണ് സ്വാതിയുടെ പരാതിയിൽ പറയുന്നത്. ഇനി പരിശോധനാ റിപ്പോർട്ടിൽ എന്താണ് കണ്ടെത്തിയത് എന്ന് കൂടി പറയാം. എയിംസിലെ ജയപ്രകാശ് നാരായൺ ട്രോമ സെന്റർ അവർ നടത്തിയ മെഡിക്കോ ലീഗൽ റിപ്പോർട്ട്. ആ മെഡിക്കോ ലീഗൽ റിപ്പോർട്ട് പറയുന്നത് ഇടത്തെ കാലിലും വലത്തെ കവിളിലും പരിക്കുണ്ട്, ബ്രൂയിസസ് ഉണ്ട്. ആ ബ്രൂയിസസിന്റെ സൈസ് അടക്കം ആ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്രൂയിസ് അറ്റ് ദ സൈസ് ഓഫ് 3 into 2 centimeters ഓവർ ദ പ്രോക്സിമൽ ലെഫ്റ്റ് ലെഗ് ഡോർസൽ ആസ്പെക്ട്. രണ്ടാമത്തേത് കവിളിലാണ്, 2 into 2 centimeters ഓവർ ഹെർ റൈറ്റ് ബിലോ ഹെർ റൈറ്റ് ഐ, വലത്തെ കണ്ണിന് താഴെ. ഇത്രയും ആഴത്തിൽ ഇത്രയും ചതവ് അവരുടെ മുഖത്തേറ്റിട്ടുണ്ട്. അപ്പോൾ അടി കിട്ടി എന്നുള്ളത് വ്യക്തമാണ്, അത് പരിശോധനയിൽ വ്യക്തമാണ്, പരാതിയിൽ പറയുന്നുണ്ട്. എന്നിട്ടും അരവിന്ദ് കെജ്രിവാളിന് ആ സ്വാതി മാലിവാളിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇത്രയും ന്യായീകരിക്കുന്ന ആളുകൾ അതേക്കുറിച്ച് കൂടി പറയണമെന്നേ. അതിഷി പറയുന്നത് ഈ കേസ് ഫേക്ക് ആണെന്നാണ്, അതിഷി ഉപയോഗിച്ച വാചകമാണ് ഫേക്ക്. അപ്പോൾ ഈ പറയുന്ന മുറിവ് അതെല്ലാം കെട്ടിച്ചമച്ചതാണോ? BJP ആണോ പോയി തല്ലിയത്? സ്വാതി മാലിവാളിനെ തല്ലിയത് നരേന്ദ്രമോദിയാണോ? അതിഷി പറയുന്നത് കേട്ടാൽ അങ്ങനെയാണ് തോന്നുക. ഇനി വൈഭവ് കുമാറിന്റെ അച്ഛൻ മഹേശ്വർ റായിയോട് ഇതിനെക്കുറിച്ച് പ്രതികരണം ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങൾ. മഹേശ്വർ റായ് അപ്പോൾ പറയുന്നു കൃത്യമായി എന്താണ് അസോസിയേഷൻ എന്ന് പറയുന്നുണ്ട്. ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരുന്നു ഈ വൈഭവ് കുമാർ. ആ കാലഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ വരുന്നത്. അരവിന്ദ് കെജ്രിവാളുമായുള്ള അസോസിയേഷൻ തുടങ്ങുന്നത് ആ ഡൽഹിയിലെ മാധ്യമപ്രവർത്തന കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് ഈ സംഘടനയിലേക്ക് വരുന്നത്, NGOയിലേക്ക് വരുന്നു, അതിൻ്റെ കൂടെ കൂടുന്നു, പിന്നീട് മുഖ്യമന്ത്രിയാകുമ്പോഴേക്കും ആ ടീമിലേക്ക് വരുന്നു. അതായത് വളരെ ക്ലോസ് എയ്ഡാണ് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നത് വൈഭവ് കുമാറിന്റെ അച്ഛൻ മഹേശ്വർ റായി ആണ്. അപ്പോൾ അതിൽ കൂടുതൽ ഒരു ടെസ്റ്റിമോണി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കെജ്രിവാളുമായി അത്രയും അടുത്ത ബന്ധമാണ് എന്നുള്ളത്. പിന്നെ BJPയുടെ MP ആണ് സ്വാതി മാലിവാൾ എന്ന് തോന്നും ഈ നേതാക്കളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ. അതായത് സ്വാതി മാലിവാൾ മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു കയറി, അവിടെ കെജ്രിവാൾ ആയിരുന്നെങ്കിൽ കെജ്രിവാളിനെ വേറെ ഏതെങ്കിലും പീഡന കേസിൽ കുരുക്കുമായിരുന്നു എന്ന മട്ടിലൊക്കെ. അങ്ങനെയൊന്നുമല്ല, സ്വാതി മാലിവാളിന് അവിടെ അറ്റാക്ക് നേരിട്ടു എന്ന് അവർ പറയുമ്പോൾ അതിനെ ഒരു കാരണവശാലും നമ്മൾ അതിനെ തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ടതില്ല. അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്തായാലും പ്രാഥമികമായി വരുന്ന വിവരങ്ങളൊക്കെ സ്വാതിക്ക് അനുകൂലമായിട്ടാണ്. ഇനി മറ്റൊരു വാദം, സ്വാതി കരഞ്ഞില്ല, സ്വാതിയുടെ തുണി കീറിയില്ല, സ്വാതി നടന്നുപോയത് സ്ട്രെയിറ്റ് ആയിട്ടാണ്. അവർ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, 39 വയസ്സുണ്ട്, ചെറിയ പ്രായത്തിൽ തന്നെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിട്ടിരുന്നോ, വളരെ ബോൾഡ് ആയിട്ടുള്ള ലേഡി. അടി കിട്ടിയാലുടനെ അവർ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നൊക്കെ എന്തിനാണ് നമ്മൾ ശഠിക്കുന്നത്? അവരതിനെ ഫേസ് ചെയ്തിട്ടുണ്ടാകും, അവരതിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ സഞ്ജയ് സിംഗ് MP കുറിച്ച് പറഞ്ഞല്ലോ, 14-ാം തീയതി സഞ്ജയ് സിംഗ് MPയുടെ ബൈറ്റ് കിടപ്പുണ്ട്. അതിൽ പറഞ്ഞത് അന്വേഷിച്ച് നടപടിയെടുക്കും, ആം ആദ്മി പാർട്ടിയിൽ ഇന്റേണൽ ആയുള്ള അന്വേഷണം ഉണ്ടാകും. എന്നിട്ട് ഇപ്പോൾ ഇന്നാകുമ്പോഴേക്ക് 4 ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ പാർട്ടിയുടെ സ്റ്റാൻഡ് മാറുന്നത്? ക്യാരക്ടർ അസാസിനേഷനിലേക്ക് കൃത്യമായി മാറിയിരിക്കുകയാണ്. ഈ അതിഷി മെർലേനെ അടക്കം നടത്തുന്നത് ക്യാരക്ടർ അസാസിനേഷനാണ്. ഈ കെജ്രിവാളിന്റെ സ്വീകരണ മുറിയിൽ, നിർഭയ കേസിൽ ധർണയിരുന്ന കെജ്രിവാളിന്റെ സ്വീകരണ മുറിയിൽ വെച്ച് അടി കിട്ടിയെന്ന് ആ പാർട്ടിയുടെ MP തന്നെ പറയുമ്പോൾ ആ സ്ത്രീയെ ഒന്ന് വിളിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ട്? വൈഭവ് കുമാറിന്റെ പിന്നാലെ പരക്കം പാഞ്ഞു പോകുന്നുണ്ട്. അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഈ രാഘവച്ചത അടക്കമുള്ള ആളുകൾ കെജ്രിവാളിന്റെ വസതിയിലുണ്ട്. അപ്പോൾ ഈ എഡിറ്റഡ് വീഡിയോസ് ആണോ പ്രചരിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി വ്യക്തമാകണം. കാരണം കുറേ വീഡിയോസ്, ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്, അവിടെ നടന്നത് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യായീകരണ വീഡിയോസ്. അപ്പോൾ എന്തായാലും ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ആം ആദ്മി പാർട്ടി എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഒരു ആന്റി ഔരത് പാർട്ടി എന്നാക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീകളെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാൻ ആം ആദ്മി പാർട്ടി നിൽക്കട്ടെ, സ്വന്തം MPക്ക് പോലും രക്ഷയില്ല. ആന്റി Meet the editors.